കൊല്ലം അഞ്ചലിൽ +1 വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയെ ആക്രമിച്ചത്. ഇപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ്. ആദ്യം ആ ദൃശ്യങ്ങൾ കണ്ടുവരാം. രാജ്കുമാറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രാജ്കുമാർ, ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, വളരെ ക്രൂരമായാണ് ഒരു വിദ്യാർത്ഥികളെ 2-3 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിക്കുന്നത്. പരിഹസിക്കുന്ന രീതിയിലുള്ള സംസാരവും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എന്താണ് ഉണ്ടായത്? ഇതില് ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥി, ഈ മർദ്ദിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരാളുടെ പിതാവിനെ സംബന്ധിച്ച് ആക്ഷേപം ഉന്നയിച്ചു. അതിൽ പ്രകോപിതരായാണ് ഈ 3 വിദ്യാർത്ഥികൾ, സുഹൃത്തുക്കളായ 3 വിദ്യാർത്ഥികൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഈ മർദ്ദനമേറ്റു എന്നുള്ള വിവരം ആ കുട്ടി വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ചികിത്സയും തേടി. വിരലിന് ചെറിയ പരിക്കുമുണ്ട്. അതേസമയം തന്നെ ഈ ദൃശ്യങ്ങൾ ഇത് പുറത്തു വന്നപ്പോൾ മാത്രമാണ് ഇങ്ങനെ അതിക്രൂരമായിട്ടാണ് ഈ കുട്ടിക്ക് മർദ്ദനമേറ്റ വിവരം പുറത്തറിയുന്നത്. ഇനി അവരത് പോലീസിലേക്ക് പരാതി കൊടുക്കാനാണ് ഈ രക്ഷിതാക്കളുടെ തീരുമാനം. ഇത് ഇന്നലെ വൈകിട്ട് 3:30 മണിക്ക് സ്കൂൾ വിട്ട് പുറത്തു വരുമ്പോൾ ആ സ്കൂളിന്റെ സമീപത്തുള്ള ഇടറോഡിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. രാജ്കുമാർ, ഇവരൊക്കെ ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ? സഹപാഠികൾ എന്ന് പറയുമ്പോൾ ഒരു ക്ലാസ്സിലുള്ളവരാണോ? അത് ഇവരെല്ലാം ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. ഇതിനിടയിൽ ഒരു സൗഹൃദ സംഭാഷണത്തിലോ മറ്റോ ആണ് ഈ ഒരു കുട്ടി അങ്ങനെ ഈ മർദ്ദിക്കുന്നവരിൽ ഒരു കുട്ടിയുടെ എതിരെ ആക്ഷേപം ഉന്നയിച്ചത്. ഇതാണ് ഈ പ്രകോപനത്തിന് കാരണവും മർദ്ദിക്കുന്നതിന്റെ കാരണമെന്ന് ഇപ്പോൾ ഈ മർദ്ദനമേറ്റ വിദ്യാർത്ഥിയും വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളും പറയുന്നത്. ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? രക്ഷകർത്താക്കൾ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടോ? ഇന്നലെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് മകൻ ഇത്രയും ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ളത് അറിയുന്നത്. അതിനെ തുടർന്ന് അവർ പോലീസിൽ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ന് രാവിലെ ആയിരിക്കും പരാതി നൽകുക. അങ്ങനെയാണെങ്കിൽ അത് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയിരിക്കും അത് സംബന്ധിച്ച് ഇത് മൊഴിയെടുക്കേണ്ടുന്നതും കേസെടുക്കേണ്ടുന്നതും. അത് കഴിഞ്ഞ് ആ കേസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യാനായിരിക്കും തീരുമാനം. രാജ്കുമാർ, ഇത് സ്കൂളിന് പുറത്തു വെച്ചാണ് ഈ അക്രമം നടന്നതെന്ന് മനസ്സിലാക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? ദൃശ്യങ്ങൾ ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് പുറത്തു വന്നത്. ഇന്ന് രാവിലെ ഈ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അതിന്റെ ആളുകളിൽ നിന്ന് യോഗം ചേരുന്നുണ്ട്. അവരത് ചേർന്ന് ഈ വിദ്യാർത്ഥിയുടെ മൊഴി രേഖപ്പെടുത്തണം. ആ വിദ്യാർത്ഥിയിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചെന്നുള്ള ദൃശ്യങ്ങൾ മാത്രം വെച്ചിട്ട് ഇതിലേക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷെ ദൃശ്യങ്ങളിൽ കുട്ടി മർദ്ദനമേൽക്കുന്നത് വളരെ അതെല്ലാം കാണാമെന്നുള്ളത് കൊണ്ട് തന്നെ ഇതിനകത്ത് ഇനി വിദ്യാർത്ഥിയുടെ മൊഴി കൂടി രേഖപ്പെടുത്തി സ്കൂൾ അച്ചടക്കത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യത. അപ്പൊ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അത് ചേർന്നിട്ടായിരിക്കും ഇനി PTA മറ്റും ചേർന്നതിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. ശരി. കൊല്ലം അഞ്ചലിൽ +1 വിദ്യാർത്ഥികളെ ക്രൂരമായി സഹപാഠികൾ മർദ്ദിക്കുന്ന ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയെ ആക്രമിച്ചത്. വിശദാംശങ്ങളാണ് രാജ്കുമാർ നൽകിയത്.